നല്ല ഉറക്കം ലഭിക്കാൻ, ഹൃദ്രോഗം തടയാൻ, അതേപോലെ മസിലുകളുടെ വളർച്ചയ്ക്ക്, എനർജി ലെവൽ കൂട്ടാനൊക്കെ മഗ്നീഷ്യം ഗുളിക കഴിക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് ശരിയാണോ? സപ്ലിമെൻ്റ് ഇൻഡസ്ട്രിക്കാരുടെ ഒരു ഇഷ്ടപ്പെട്ട സപ്ലിമെൻ്റാണ് ഈ മഗ്നീഷ്യം എന്ന് പറയുന്നത്. ആക്ച്വലി മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമുക്കൊരു കഷ്ടിച്ച് 300 മൈക്രോഗ്രാം അല്ലെങ്കിൽ മില്ലിഗ്രാമിൻ്റെ ഒക്കെ ആവശ്യമേ നമുക്കുള്ളൂ. ഒരു സാധാരണ ഡയറ്റ് കഴിക്കുന്ന ആൾക്ക് ഇത് നമ്മുടെ ആ ഭക്ഷണത്തിൽ കൂടെ തന്നെ ലഭ്യമാണ്. എന്നാൽ ഇത് ഒരു അളവിൽ കൂടുതൽ ഈ പറഞ്ഞ പോലെ സപ്ലിമെൻ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ലോ BP ഉണ്ടാവാം, ഡയറിയ ഉണ്ടാവാം, ചിലപ്പോൾ നമ്മൾ കുഴഞ്ഞു വീഴുക വരെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ കംപ്ലീഷനായിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ മഗ്നീഷ്യം എന്ന് പറയുന്നത് ശരിയാണ്, നമ്മുടെ നെർവിൻ്റെ പ്രവർത്തനത്തിന്, മസിലിൻ്റെ പ്രവർത്തനത്തിന്, ശരീരത്തിൻ്റെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനൊക്കെ വളരെ അത്യന്താപേക്ഷിതമാണ്. പക്ഷേ അത് നമ്മുടെ സാധാരണ ഭക്ഷണത്തിൽ കൂടെ നമുക്കൊരു നോർമൽ ഡയറ്റുള്ള ആൾക്ക് കിട്ടുന്നതാണ്. ചിലർക്ക് ഡോക്ടർമാർ തന്നെ ഈ ടാബ്ലറ്റ് കൊടുക്കാറുണ്ടല്ലോ. അത് ശരിയാണ്. അതായത് ഒത്തിരി പ്രായമായ, ഓറൽ ഇൻടേക്ക് ഇല്ലാത്ത, അതായത് ഭക്ഷണം കഴിക്കാത്തവർ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രോണിക് ആയിട്ട് മരുന്ന് കഴിക്കുന്ന ഡിസീസ് ഉള്ളവർ, കിഡ്നി ഫെയിലിയർ, ക്രോണിക് ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ നമുക്കിത് സപ്ലിമെൻ്റ് ആവശ്യമായിട്ട് വരാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും അബ്സോർപ്ഷൻ അബ്നോർമാലിറ്റി ഉള്ള ക്രോൺസ് ഡിസീസ് അങ്ങനെയൊക്കെയുള്ള കുടലിന് പ്രശ്നമുള്ളവർക്കും ഇത് കൊടുക്കാറുണ്ട്. പക്ഷേ അത് ഡോക്ടറുടെ സൂപ്പർവിഷനിൽ കൊടുക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെയുള്ള അത് കുറവുള്ളവർക്ക് മാത്രം കൊടുക്കേണ്ട ഒരു കാര്യമാണ്.